ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായ കാര്യം, യേശു രോഗികളെയും മറ്റും സൗഖ്യമാക്കി ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് തന്റെ കുടുംബാംഗങ്ങൾ വന്ന് ആ വാർത്ത കേട്ടപ്പോൾ യേശു അവരോട് പറയുകയാണ്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആര്? അത് താന് അങ്ങനെ ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഇത് തന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളെയോ അപമാനിച്ചതല്ല. പ്രത്യുത നമ്മുടെ ജഡീക കുടുംബം വളരെ പ്രധാനമാണെങ്കിലും ആത്മീക കുടുംബത്തിന്റെ അഥവാ സ്വർഗീയ കുടുംബത്തിന്റെ പ്രാധാന്യതയാണ് ഇവിടെ കർത്താവ് ഓർമ്മിപ്പിച്ചത്. അതിലും വലുതാണെന്ന് അഥവാ ആത്മീക കുടുംബം ജഡീക കുടുംബത്തെക്കാൾ വലുതാണെന്ന് കർത്താവ് ഇവിടെ എടുത്ത് കാണിച്ചതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ജഡീക ബന്ധങ്ങളെല്ലാം ഒരു കല്ലറ വരെ മാത്രം ചെന്നത് അവസാനിക്കുന്നതാണ്. ആ കല്ലറയ്ക്കപ്പുറത്തോട്ട് ഒരു ജഡീക ബന്ധത്തിനും കടന്നു വരുവാനായിട്ട് സാധ്യമല്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 34 മുതൽ 42 വരെയുള്ളതായ ഭാഗങ്ങളും അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, മനുഷ്യർ തമ്മിൽ സമാധാനമുണ്ടാക്കുന്നതിനല്ല ക്രിസ്തു വന്നത് എന്ന് അവിടെയും ഊന്നി പറയുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഉള്ള സമാധാനത്തിന്റെ പ്രാധാന്യതയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സാത്താന്റെ സാമ്രാജ്യത്തിൽ കഴിഞ്ഞവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരെ എക്കാലത്തും എതിർക്കും എന്നത് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ എവിടെയും കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ സമാധാനം അല്ല വാളത്രേ ഉണ്ടാക്കുവാനായിട്ട് വന്നത് എന്നാണ് പറയുവാനിടയായത്. ഒരു വാൾ കാര്യങ്ങളെ 2 തുണ്ടാക്കുന്നത് പോലെ യേശു വിശ്വാസികളെയും അവിശ്വാസികളെയും 2ആയി തിരിക്കുന്നു എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും അത് ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നാണ് യേശു കർത്താവ് പറയുവാനിടയായി. അപ്പോൾ ആ വചനമാകുന്ന വാളിന്റെ ശക്തി അത് മുഖം നോക്കുന്നതല്ല, അത് പാപിയെ അവന്റെ പാപത്തെ വെട്ടി നുറുക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ തന്നെ ആ വചനമാകുന്ന വാള് മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതുമാണ്. ഒരാളുടെ കുടുംബത്തിൽ പോലും ആ അവിശ്വാസികൾ വിശ്വാസികളെ എതിർക്കുമെന്ന് മീകാ പ്രവചനം 7:6 ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കുടുംബത്തിൽ പോലും അതാണ് അവസ്ഥയെങ്കിൽ, എന്നാൽ സഭ എന്ന് പറയുന്ന കുടുംബത്തിന്റെ അവസ്ഥ അതെത്ര വലുതാണ്. ഇന്ന് സഭകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ അനാത്മികരും ജഡീകരും തമ്മിലുള്ളതാകുന്ന ഒരു വലിയ മല്ലയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആത്മികനെ ഒതുക്കുക, എവിടെയും ആത്മികനെ ഒതുക്കുന്ന ജഡീകന്റെ ശക്തി ഉയർന്നു വരുന്നതാണ് ഇന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകം നിശ്ചയമായിട്ടും ആത്മീയർക്ക് എതിരാണ്. എന്നാൽ ഒരു ഉൽപ്രാവണത്തിന് വേണ്ടി തയ്യാറാകുന്ന സഭ ഈ ജഡീക ശക്തികളെ ആത്മാവിന്റെ വാള് ധരിച്ചു നിന്നുകൊണ്ട് എതിർത്ത് വിജയം വരിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 25 മുതലുള്ളതായ വാക്യങ്ങളിലും അക്കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും
സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ അന്ത്യകാലത്തില് ശത്രു ഏതു വിധേനയും സഭയെ തകർക്കുവാൻ, കുടുംബങ്ങളെ തകർക്കുവാൻ, ആത്മികരെ തകർക്കുവാൻ അവൻ തുനിയുമ്പോൾ ദൈവകൃപയിൽ മാത്രം നിന്നുകൊണ്ട്, ദൈവവചനത്തിലും വിശുദ്ധിയിലും മാത്രം നിന്നുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാനാണ് കർത്താവ് മധ്യാകാശത്തിൽ കടന്നു വരുവാൻ പോകുന്നത്. അത് എത്രയും വേഗം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായി വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. വാനത്തിൽ മേഘത്തിൽ മധ്യവാനത്തിൽ വന്നിടും കാന്തനായി ഒരുങ്ങി നിൽക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വിളി നടക്കും. മഹിമയിൽ വാഴുന്ന മണവാളനായി മാലിന്യമേൽക്കാതെ നാം ഒരുങ്ങി നിൽക്കാം. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇത്രയും സ്നേഹം കിട്ടിയ ഒരു മണവാട്ടി വേറെയില്ലല്ലോ. ഇത്രയും ഭാഗ്യമേറിയ ഒരു മണവാട്ടി പാരിലില്ലല്ലോ. ഇനിയും കുറഞ്ഞൊന്നു കഴിയും നേരം വരുവാനുള്ളവൻ വേഗം വന്നിടും.